നടൻ നിവിൻ പോളിയുടെ പരാതിയിൽ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ കേസ്. വ്യാജ ഒപ്പിട്ട് സിനിമയുടെ ടൈറ്റിൽ സ്വന്തമാക്കിയെന്നാണ് കേസ്. നിതിൻ സേവർ ചേർന്നുണ്ട്. നിവിൻ പോളിക്കെതിരെ നേരത്തെ ഒരു വഞ്ചനാക്കുറ്റം ഉണ്ടായിരുന്നു. അതിന് മറുപടിയായുള്ള ഒരു കേസാണോ അതോ കഴമ്പുള്ള കേസ് തന്നെയാണോ? സച്ചിൻ, നടൻ നിവിൻ പോളി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നിർമ്മാതാവ് PS ഷംനാസിനെതിരെ പാലാരിവട്ടം പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുള്ളത്. വ്യാജ ഒപ്പിട്ട് ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ സ്വന്തമാക്കി എന്നാണ് പരാതി. ജില്ലാ പോലീസ് മേധാവി പുട്ട വിമലാദിത്യക്ക് നടൻ നിവിൻ പോളി നൽകിയ പരാതി പിന്നീട് പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് കൈമാറുകയും പാലാരിവട്ടം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇന്ന് നിവിൻ പോളിയുടെ വീട്ടിലെത്തി ഈ കേസിൽ നിവിൻ പോളിയുടെ മൊഴി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ പരാതി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇബ്രാഹിം ഷാനിന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവായിരുന്ന ഷംനാസ് ഇരുവർക്കുമെതിരെ വഞ്ചനാ കുറ്റത്തിന് പോലീസിൽ കോട്ടയം തലയോലപ്പറമ്പ് പോലീസിൽ കേസ് കൊടുത്തിരുന്നു. ഈ കേസിൽ നടൻ നിവിൻ പോളിയോടും സംവിധായകൻ ഇബ്രാഹിം ഷൈനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ട് രേഖകളും മറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന് പിന്നാലെയാണ് നിവിൻ പോളി ഇത്തരത്തിൽ PS ഷംനാസിനെതിരെ കേസ് നൽകിയിരിക്കുന്നത്. വ്യാജ ഒപ്പിട്ട് ചിത്രത്തിന്റെ ടൈറ്റിൽ സ്വന്തമാക്കിയെന്നാണ് പരാതി. ഈ പരാതിയിൽ പോലീസ് നിവിൻ പോളിയുടെ മൊഴി ഇന്ന് വൈകിട്ട് എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ഷംനാസ് നൽകിയ പരാതി 1,95,00,000 രൂപ തനിക്ക് നഷ്ടമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയിരുന്നത്. ആ പരാതി തലയോലപ്പറമ്പ് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഷംനാസിനെതിരെ നിവിൻ പോളിയും പരാതി നൽകിയിരിക്കുന്നത്. സച്ചിൻ, ശരി. നിതിൻ സേവറാണ് വിശദാംശങ്ങൾ നൽകിയത്.